ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമ്മുടെ ചാനലിൽ മുന്നേ കുറേ സൗണ്ട് ബാർസിൻ്റെ കമ്പാരിസണും സൗണ്ട് ബാർ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ സബ്സ്ക്രൈബേഴ്സിൽ പലരും ചോദിച്ചിരുന്നു നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഏതാ നല്ലതുള്ളത്, അതായത് വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു 2000-3000 റുപ്പീസ് ആ ഒരു റേഞ്ചിൽ പോർട്ടബിൾ സ്പീക്കർ ഏതാ ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സ്പീക്കറാണ് നമ്മൾ ഇന്ന് കൊണ്ടുവരുന്നത് റിവ്യൂവിന്. ഷയോമിൻ്റെ സൗണ്ട് ഔട്ട്ഡോർ സ്പീക്കറാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗിലേക്ക് ഒന്ന് കടക്കാം. അപ്പോൾ ഷയോമിൻ്റെ ലോഗോ നേരത്തെ നിങ്ങൾ കണ്ടതുപോലെ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലൂയിഡ് ഫാബ്രിക് എന്നാണ് ഷയോമി ഇതിനെ പറയുന്നത്. നമുക്ക് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ അറിയാം വാട്ടർ പ്രൂഫ് ആണ്. ഒരു സോർട്ട് ഓഫ് ഒരു ബോട്ടിൽ പിടിക്കുന്ന ഒരു ഫീലാണ്. ഇത് ആക്ച്വലി ഒരു 1/2 കിലോ ആണ് ഭാരം വരുന്നത്. അറൗണ്ട് 600 grams ആണ്. പിന്നെ ഇതിൻ്റെ ചുറ്റും ഓൾറൗണ്ട് നോക്കിയാൽ നമുക്ക് കാണാം ഇവിടെ ഒരു ആൻറ്റി സ്ലിപ്പ് ചെറിയ 2 ബാർ ഉണ്ട്. അതായത് ഇതുമേലാണ് ഇങ്ങനെ വെക്കുന്നത്. ആകെ ഇതിൽ എനിക്കൊരു കൺഫ്യൂഷൻ തോന്നിയിട്ടുള്ള ഈ ഒരു ഡിസൈനിൽ നമ്മളിത് പ്ലേ ചെയ്യുന്ന സമയത്ത് ഇത് മൊത്തത്തിലൊരു ബ്ലാക്കിഷ് കളറായതുകൊണ്ട് ഈ ഷയോമിൻ്റെ ലോഗോയും ബ്ലാക്ക് ആയതുകൊണ്ട് ഇത് ഏത് സൈഡിലാണ് മുകളിലേക്ക് വെക്കേണ്ടത്, ഫേസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരും. പിന്നെ അത് കുറച്ച് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അതിനോട് അഡ്ജസ്റ്റ് ആവും. ഇതിൻ്റെ ഒരു ഡിസൈൻ എലിമെൻ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ പ്ലേ ഉണ്ട്, വോളിയം കൂട്ടുന്നതും കുറക്കുന്നതും ബട്ടൺസും കാര്യങ്ങളും നമുക്കിതിൽ കാണാം. പിന്നെ ഉള്ളത് നമുക്കിവിടെ ഒരു പോർട്സും കാര്യങ്ങളും ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ആൻറ്റി സ്ലിപ്പ് ലാനിയാർഡ്. അതായത് നമുക്കിത് വെച്ചിട്ട് നമുക്കിത് ക്യാരി ചെയ്യാൻ ഭയങ്കര പോർട്ടബിളായിട്ട് കൊണ്ടുപോകാം. ബാഗിലൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ നമ്മൾ ബാഗിൻ്റെ ചുറ്റുമൊക്കെ ഇട്ട് വെക്കാം. നല്ല സോളിഡ് ഒരു ക്വാളിറ്റിയാണ് തോന്നുന്നത്. അങ്ങനെ ഇളകി പോകുന്ന പോലെയൊന്നും തോന്നുന്നില്ല. നല്ല സ്ട്രോങ്ലി ഫിക്സ്ഡ് ആണ്. പിന്നെ ഈ ഒരു കളർ എനിക്ക് ഇതാണ് ഭയങ്കര ഇഷ്ടമായത്. ഒരു ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് ഒരു സ്പോർട്ടി കളറാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ പോർട്സും കാര്യങ്ങളും ഇവിടെയാണ്. ഈ ഒരു ഓറഞ്ച് ബാറിൻ്റെ മുകളിൽ തന്നെയാണ് Type-C USB ചാർജിങ് പോർട്ട് ഉണ്ട്. 15 watt ചാർജിങ് ആണ്. 2.5 മണിക്കൂർ എടുക്കും ഫുള്ളായിട്ട് ചാർജ് ആവാൻ. ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് 50% വോളിയത്തിൽ നമുക്ക് ഓൾമോസ്റ്റ് 12 hours നമുക്കിത് കേൾക്കാൻ സാധിക്കും. പിന്നെ ബാറ്ററി എന്ന് പറയുന്നത് 2600 mAh ബാറ്ററിയാണ്. 15 watt ചാർജിങ് ആണ്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ചാർജറൊക്കെ വെച്ച് തന്നെ നമുക്കിത് ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷേ ബോക്സിൽ എന്തായാലും ഷയോമി നമുക്കൊരു USB കേബിൾ ചാർജിങ്ങിന് തരുന്നുണ്ട്. പവർ ബട്ടൺ ആണ് താഴെ വരുന്നത്. പിന്നെ ബ്ലൂടൂത്തിൻ്റെ പെയറിംഗ് ബട്ടൺ, നമ്മൾ ഡിവൈസസ് പെയർ ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ മുകളിലുള്ളത് ഈ ഒരു സ്പീക്കർ സിങ്ക് ബട്ടണാണ്. അതായത് ഇതിൽ 100 സ്പീക്കർ സിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഇതേപോലത്തെ ഒരു സ്പീക്കറും കൂടെ വാങ്ങിച്ചിട്ട് ടിവിൻ്റെ അടുത്തൊക്കെ നമ്മളിത് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബട്ടൺ 2 സ്പീക്കറിലും അമർത്തി കഴിഞ്ഞാൽ ഇത് രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് പെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രൂ വയർലെസ് സ്റ്റീരിയോ കിട്ടുന്നതാണ്. അതായത് ടി വി എന്നുള്ള സൗണ്ട് വരുമ്പോൾ ഇത് ലെഫ്റ്റ് ചാനലായിട്ട് വർക്ക് ചെയ്യും, രണ്ടാമത്തെ സ്പീക്കർ റൈറ്റ് ചാനലായിട്ട് വർക്ക് ചെയ്യും, വിച്ച് ഇസ് വെരി ഗുഡ്. ഇത് IP67 ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൂഫാണ്. ഷയോമി തന്നെ പറയുന്നത് ഇപ്പോൾ ബീച്ചിൻ്റെ അടുത്തായാലും സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തായാലും അല്ലെങ്കിൽ മഴ കൊള്ളുമ്പോഴും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതൊരു ഔട്ട്ഡോർ സ്പീക്കറായിട്ട് ഡിസൈൻ ചെയ്തതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി മിനിമം ഒരു IP67 റേറ്റിംഗ് തന്നെ ആവശ്യമുണ്ട്. വെള്ളത്തിൻ്റെ താഴ്ചയിൽ 1 മീറ്റർ താഴ്ചയിൽ തന്നെ നമുക്കിത് വെച്ചിട്ട് 1/2 മണിക്കൂർ വരെ ഒരു കുഴപ്പമില്ല ഉണ്ടാവില്ല എന്നാണ് ഷയോമി പറയുന്നത്. അത് പ്ലേ ചെയ്യുമോ വെള്ളത്തിൻ്റെ അടിയിൽ, പിന്നെ നമുക്കത് കേൾക്കാൻ പറ്റുമോ വെള്ളത്തിൻ്റെ അടിയിൽ എന്നുള്ളത് വേറൊരു കാര്യം. പിന്നെ ഇതിൽ കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് വേർഷനായ 5.4 ബ്ലൂടൂത്ത് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫാസ്റ്റ് ആൻഡ് സ്റ്റേബിൾ കണക്ഷൻ ആയിരിക്കും. പിന്നെ ഡിസൈൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലൊരു ഡിസൈനാണ്. അപ്പോൾ ഇത് 2024 റെഡ് ഡോട്ട് വിന്നറും കൂടിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സ്പീക്കേഴ്സിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റിനെ പറ്റി നമുക്ക് സംസാരിക്കാം. സ്പീക്കർ കോൺഫിഗറേഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വലിയ 20 watt ഒരു മെയിൻ ഡ്രൈവർ ഉണ്ട്. ഇവിടെ ഒരു 10 watt ചെറിയ ട്വീറ്ററും ഉണ്ട്. അപ്പോൾ ചെറിയ ഷ്രിൽ സൗണ്ട്സ് ഒക്കെ ഇതിൽ കൂടെ വരും. മെയിൻ ആയിട്ടുള്ള വോക്കൽസും കാര്യങ്ങളും ബേസും ഒക്കെ ഇതിൽ കൂടെ വരും. 2 സൈഡിലായിട്ട് നല്ല രസമുള്ള ഒരു സിൽവറിഷ് ഒരു മെറ്റാലിക് ഗ്രേ ബേസ് ഡ്രൈവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിങ്ങനെ പ്രസ് ചെയ്ത് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. ഇതിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു 30 wattനേക്കാളും 50 wattൻ്റെ ഒക്കെ ഒരു സൗണ്ട് ഇല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്ര നല്ല ഒരു സൗണ്ട് ക്വാളിറ്റിയും ടൈറ്റ് ബേസ് നമുക്കിതിന്ന് കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ചാമ്. അതായത് നമുക്കൊരു സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അഫോർഡബിൾ ആയിട്ട് 2003 അതായത് ഒരു 3000 റുപ്പീസിൻ്റെ താഴെ ഇത് ഭയങ്കര നല്ല ഒരു സൗണ്ട് ക്വാളിറ്റിയാണ്. ബേസ്
പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഡെലിവറി ചെയ്യുന്നത്. ആകെയുള്ള ഒരു ഡൗൺ സൈഡ് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ അത് ഓട്ടോമാറ്റിക് ഇക്വലൈസേഷനാണ്. നമുക്ക് സ്പെസിഫിക്കലി ഒരു ആപ്പ് വെച്ചിട്ട് ഇക്വലൈസർ കൺട്രോൾ ചെയ്യുവാനോ കുറച്ചും കൂടെ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ആ ഒരു സൗണ്ട് സിഗ്നേച്ചർ മാറ്റാനോ നമുക്കിപ്പോൾ ഒരു ഫീച്ചർ ഇല്ല. അതും കൂടെ കൊണ്ടുവന്നാൽ വളരെ നല്ലൊരു ഫീച്ചർ ആയിരുന്നേനെ. അപ്പോൾ ഓൾമോസ്റ്റ് 100 സ്പീക്കേഴ്സ് വരെ അത് സിങ്ക് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. പക്ഷേ ഇൻ റിയാലിറ്റി നമ്മൾ അത്രയൊന്നും സിങ്ക് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ പറയും, ഇപ്പോൾ നിങ്ങൾ വേറൊരു ഫ്രണ്ടിൻ്റെ കൂടെ നിങ്ങൾ പാർട്ടിക്ക് പോവുകയാണെങ്കിൽ പുള്ളിൻ്റെ കയ്യിലും ഇതേ സാധനം തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് രണ്ടും കൂടെ പെയർ ചെയ്ത് കുറച്ചും കൂടെ നല്ല വോളിയം ഔട്ട്പുട്ടും ഔട്ട്ഡോറിൽ കിട്ടാൻ പറ്റും. ഓഫീസ് കോൾസിലോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിങ്ങളെ ലാപ്ടോപ്പിൻ്റെ സ്പീക്കർ എപ്പോഴും വോളിയം കുറവായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സെനാറിയോയിൽ ലാപ്ടോപ്പിന് കണക്ട് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഭയങ്കര നല്ല ഓപ്ഷനാണ്. ഒരു വലിയൊരു സൗണ്ട് ബാറോ മീൻസ് ബ്ലൂടൂത്ത് സൗണ്ട് ബാറൊക്കെ വാങ്ങിച്ച് വളരെ ബുദ്ധിമുട്ടാണല്ലോ ലാപ്ടോപ്പിൻ്റെ കൂടെയൊക്കെ നമുക്ക് കൊണ്ട് നടക്കാൻ. അപ്പോൾ നമുക്ക് ബാഗിൽ ലാപ്ടോപ്പും ഈ ഒരു സ്പീക്കറും എടുത്തിട്ടാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ലാപ്ടോപ്പിൻ്റെ ആ ഒരു നമുക്ക് സ്പീക്കറും ഹെഡ്ഫോൺസും വെക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ബ്ലൂടൂത്ത് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഫോണിലൊക്കെ കണക്ട് ചെയ്ത് മ്യൂസിക് കളിക്കുന്നതിൻ്റെ ഇടയിൽ കോൾ വരികയാണെങ്കിൽ നമുക്ക് കോൾ എടുക്കാൻ പറ്റും. അത് ഫോണിലേക്ക് പോകണ്ട, ഇവിടുന്ന് തന്നെ നമുക്ക് കോൾ എടുക്കാൻ പറ്റും, വോളിയം കൂട്ടാനും കുറക്കാനും പറ്റും, വിച്ച് ഇസ് ഗുഡ്. കോപ്പിറൈറ്റ് ഇല്ലാത്ത NCS സൗണ്ടിൽ നിന്ന് കുറച്ച് കേട്ടിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ബട്ടൺ, പവർ ബട്ടൺ അമർത്തി പിടിക്കുക. അപ്പോൾ ഒരു സൗണ്ട് കേൾക്കാം നിങ്ങൾക്ക്, അത് ഓൺ ആവുന്ന സൗണ്ടാണ്. ഇനിയിപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഫോണിനായിട്ട് പെയർ ആയി കഴിഞ്ഞ് ആ പെയർ ചെയ്ത് കഴിഞ്ഞ സൗണ്ടാണ് നിങ്ങൾ കേട്ടത്. ഇനി നമുക്ക് ഫോണിൽ നിന്ന് നമുക്ക് NCS നിന്ന് കുറച്ച് പാട്ടുകൾ എടുത്തിട്ട് പ്ലേ ചെയ്ത് നോക്കാം. ഒരു സൗണ്ട് ക്വാളിറ്റി ഒക്കെ കേട്ടല്ലോ. അപ്പം ബേസ് ഭയങ്കര ഹൈ ബേസ് എക്സ്പെക്റ്റ് ചെയ്യണ്ട, കാരണം നമുക്ക് അത്ര അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആണല്ലോ. ഭയങ്കര സൗണ്ട് ബാർന്ന് കേൾക്കുന്നതോ അല്ലെങ്കിൽ 10 ഇഞ്ച് സബ് എൻക്ലോഷറിന്നൊന്നും കേൾക്കുന്ന സാധനമല്ലല്ലോ. ഒരു 2 ഇഞ്ച് മാത്രമേ ബേസ് ഇതിനൊക്കെ ഉള്ളൂ. നമുക്കൊരു ലാപ്ടോപ്പിൻ്റെ കൂടെയും ഒരു ഫോണിൻ്റെ കൂടെയൊക്കെ നമുക്കൊരു പോർട്ടബിൾ ആയിട്ട് കുറച്ചും കൂടെ നല്ലൊരു ആ ഡിവൈസസിൻ്റെ ഇൻബിൽറ്റ് സ്പീക്കറിനെ കാട്ടും കുറച്ചും കൂടെ ഒരു ബേസിൽ നമുക്ക് കേൾക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഷയോമിൻ്റെ ഈ സൗണ്ട് ഔട്ട് ബാർ സ്പീക്കറുകൾ. ഷയോമിയിൽ ഒരു ബ്രാൻഡിൽ നിന്ന് നമുക്ക് ഒരു ലാപ്ടോപ്പിനോ അല്ലെങ്കിൽ ഒരു ഫോണിനോ മൂവിയോ മ്യൂസിക്കോ ഒക്കെ കേൾക്കാൻ പറ്റുന്ന ഒരു നല്ല സാധനമാണ്. ബേസ് ഉണ്ട്, ഹാർട്ട് ബീറ്റിംഗ് തമ്പിങ് ബേസൊന്നും ഇല്ല. പക്ഷെ മൂവീസ് എൻജോയ് ചെയ്യാനും മ്യൂസിക് എൻജോയ് ചെയ്യാനൊക്കെ ഒരു കുഴപ്പമില്ലാത്ത ഒരു ബേസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി ട്രബിൾ, അങ്ങനത്തെ ഹൈ ഫ്രീക്വൻസീസ് ഒക്കെ നല്ല ഇതായിട്ട് കേൾക്കുന്നുണ്ട്. ഡയലോഗ്സ് ക്ലിയർ ആണ്, വിച്ച് ഇസ് വെരി ഗുഡ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അധികം മൂവീസൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഡയലോഗ്സ് ക്ലിയർ ആയിരിക്കണമല്ലോ, മഫിൾഡ് ആവാതെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലൊരു സൗണ്ട് ക്വാളിറ്റിയിൽ എടുത്ത് പറയേണ്ട സംഗതിയാണ്. ഞാനിപ്പോൾ എന്തായാലും ഇതിൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ ആമസോണിൻ്റെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് നോക്കിയിട്ട് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് വാങ്ങും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ് ഫോർ ദിസ് മൊമെന്റ്.